Joby's water bottle contained 400 milliliter. Okay, so the next we are going to start the അടുത്ത സെഷൻ അല്ലേ? ഇപ്പോൾ 5 question 10 questions കഴിഞ്ഞ് ഇപ്പോൾ 11th question. Okay, so welcome all. Water bottle contains 400 milliliter and Rafiq's water bottle contains 500 milliliter. If the water is both poured into a big bottle, how much water would it have? അപ്പോൾ ജോബീസ് വാട്ടർ ബോട്ടിൽ എത്രയാണ് ഉള്ളത്? നമുക്ക് എഴുതാം എന്തൊക്കെയാ ഡീറ്റെയിൽസ് തന്നിരിക്കണമെന്നുള്ളത് അല്ലേ? ജോബീസ് ഓക്കെ, ജോബിയുടെ വാട്ടർ ബോട്ടിലിൽ എത്രയാ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന? 400 ml. ഓക്കെ, ദെൻ റഫീഖിൻ്റെ ആവുമ്പോൾ വാട്ടർ ബോട്ടിലിൽ എത്രയുള്ളത്? 500. അപ്പോൾ ഇഫ് ബോത്ത് ഓഫ് വാട്ടർ ഈസ് poured into a big bottle, അപ്പോൾ ഇതൊരു ബിഗ് ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ആദ്യം നമ്മൾ 500 ആഡ് ചെയ്തു, പിന്നെ ഒരു 400 ആഡ് ചെയ്തു, അപ്പോൾ മൊത്തം എത്രയുള്ളത്? ഓക്കെ, 500ഉം നമ്മൾ 400ഉം ആഡ് ചെയ്തു. സോ ദ ടോട്ടൽ വിൽ ബി 400 and here 500. So adding this, how much we will get? 900 milliliter. അപ്പോൾ നമുക്കറിയാം എന്താണ് 1000 milliliter ആണ് എന്ത്? 1 ലിറ്റർ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എത്രയാ? 900 milliliter. Okay, how much water would it have means 900 milliliter of water. So next question, 12th question. Vinu's water bottle contains 550 ml of water. Shan's bottle contains 250 ml more. How much water is there in both the bottles together? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഏതൊക്കെയാ? വിനുയുടെ വാട്ടർ ബോട്ടിൽ അല്ലേ? സോ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ വിനൂസ് ബോട്ടിൽ. ഓക്കെ, അപ്പോൾ എത്രയുള്ളത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? ആരുടെ ബോട്ടിൽ ആദ്യം? വിനുയുടെ. ഇൻ വിനൂസ് ബോട്ടിൽ. ഓക്കെ, ഹൗ മച്ച് ഈസ് ദാറ്റ്? 550 ml. ഇനി അടുത്തത് ഏതാ? ഷാൻസ് ബോട്ടിൽ കണ്ടെയ്ൻസ് 250 മോർ. അപ്പോൾ ഇതിൽ കാര്യം എന്താ പറഞ്ഞിരിക്കണേ? ഷാൻ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ഷാൻസ് ബോട്ടിൽ. ഷാൻ്റെ ബോട്ടിൽ, ഷാനിലെ വാട്ടർ ഇൻ ഷാൻസ് ബോട്ടിൽ. ഷാൻസ് ബോട്ടിൽ എത്രയാണെന്ന് നമുക്കറിയില്ല, ഒരു ഹിൻഡ് മാത്രം തന്നിട്ടുണ്ട്. എന്താണ്? 250 മോർ. 550യുടെ കൂടെ ഒരു 250 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 5 + 5 10 0, ബാലൻസ് 1, 5 + 1 6, +2 8. അപ്പോൾ ഷാൻ്റെ ബോട്ടിലിൽ 800 ml ഓഫ് വാട്ടർ ആണ് ഉള്ളത്. ഓക്കെ, വിനുയുടെ ബോട്ടിലിൽ 550യും ഷാൻ്റെ 800 ml. സോ ഹൗ മച്ച് വാട്ടർ ഈസ് ബോത്ത്? ബോത്തിൽ എത്രയുള്ളതെന്ന് അറിയാൻ എന്താ ചെയ്യാം? ബോത്ത് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ 800 ml കൂട്ടുമ്പോൾ നമുക്ക് 0 + 0 0, 5 + 0 5, 5 + 8, 5 + 5 10, 5 + 8 13. ഓക്കെ, അപ്പോൾ 1350 ml ഓഫ് വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ബോത്ത് ദ ബോട്ടിൽസ് ടുഗദർ. മനസ്സിലായോ? വിനുയുടെ വാട്ടർ ബോട്ടിലിൽ 550 ml ഉണ്ട്. ഷാൻ്റെ എത്രയുള്ളത് എങ്ങനെയാണ് തന്നിരിക്കണേ? ഷാൻ ബോട്ടിൽസ് കണ്ടി 250, വിനുവിനെ കാട്ടിയും 250 ml മോറാണ്. അപ്പോൾ വിനുയുടെ എത്രയിലെ ബോട്ടിൽ എത്രയുള്ള? 800 ml. 550 ആണ് ഉള്ളത്, അതിൽ നിന്ന് 250 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 800 ml. ഓക്കെ, ഇനി രണ്ടിലും കൂടി എത്രയുള്ളതെന്ന് അറിയാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 1350 ml എന്ന് കിട്ടും. അപ്പോൾ വി നോ ദാറ്റ് 1000 ml is equal to 1 ലിറ്റർ. 1000 ml എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അപ്പോൾ 1350 ml എന്ന് പറയുന്നത് 1 ലിറ്റർ. ഓക്കെ, 1 ലിറ്റർ 350 ml. 1 ലിറ്ററും 350 ml ആണ് ആ ബോട്ടിലിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. മൊത്തമുള്ള വെള്ളം എന്ന് പറയുന്നത് 1 ലിറ്ററും 350 ml ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? റീഡ് ദിസ് ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടിയിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ,
Coming to the next question, 13th question, there was 2 liter and 500 ml of coconut oil in the shop. Today, 6 liter and 750 ml of coconut oil was added. How much coconut oil does the shop have now? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കടയിൽ എത്ര കോക്കനറ്റ് ഉള്ളത്? That is amount of coconut or quantity. Okay, quantity of coconut present in the shop. Coconut oil present in the shop. കടയിൽ എത്ര ഓയിൽ ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? Present in shop. That is equal to എത്രയുള്ളത്? 2 ലിറ്ററും 500 ml. Okay, 2 ലിറ്ററും 500 ml. ഇനി അടുത്തത് എന്താണ്? How much was added? അല്ലേ? Quantity of oil added. എത്ര ആഡ് ചെയ്തത്? Is equal to 6 ലിറ്ററും 750 ml. 6 liter 750 ml. How much coconut oil does therefore the total quantity. അപ്പം മൊത്തം എത്രയാണുള്ളത്? എങ്ങനെ അറിയാം? രണ്ടും കൂടെ പ്ലസ് ചെയ്യാം. ഓക്കെ, രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ? 0 + 0 0, 0 + 5 5, 5 + 7 5 + 5 10, 5 + 7 12, balance 1, put 1 here, 2 + 1 3, 3 + 9 6 9. 9 ലിറ്ററും 650 ml ആണ് എന്തുള്ളത്? കോക്കനറ്റ് പ്രസന്റ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പോൾ 9 ലിറ്ററും 250 ml coconut ആണ് present in the shop. Okay. Coming to the next question, question number 14. For a marriage party, 4 liter 500 milliliter of milk was bought for tea and 15 liter 500 milliliter for making payasam. How much milk was bought in all? If the price of the milk is rupees 36 a liter, how much money was spent for milk? Okay, അപ്പോൾ ക്വസ്റ്റ്യനിന് എന്തൊക്കെയാണ് ഡാറ്റാസ് കിട്ടിയത്? അത് നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് എഴുതാം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ലഭിച്ച സ്റ്റെപ്സ് ഒക്കെ ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഫോർ ടീ അല്ലേ? ടീ ഉണ്ടാക്കാൻ എത്ര മിൽക്ക്? 4 ടീ ഉണ്ടാക്കാൻ എത്ര മിൽക്കാണ് എടുത്തത്? 4 ലിറ്ററും പിന്നെ എത്രയാ? 500 milliliter. പിന്നെ അടുത്തത് എന്താ? ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് റിക്വയർഡ് ഫോർ പായസം അല്ലേ? ക്വാണ്ടിറ്റി ഫോർ മേക്കിംഗ് പായസം എത്രയാ? ക്വാണ്ടിറ്റി എത്രയാ? 15 ലിറ്ററും 500 milliliter. 15 ലിറ്ററും 500 milliliter. അപ്പോൾ എന്താ ഉള്ളത്? ക്വാണ്ടിറ്റി ഫോർ മേക്കിംഗ് ടീ 4 liter 500 milliliter. ക്വാണ്ടിറ്റി ഫോർ മേക്കിംഗ് പായസം 15 liter 500 milliliter. ഹൗ മച്ച് മിൽക്ക്? അപ്പോൾ ടോട്ടൽ മിൽക്ക് അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയുള്ളത്? ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു ഡു? നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 0 + 0 0, 0 + 0 0, 5 + 5 10 0, ബാലൻസ് 1. ഇത് ലിറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. റൈറ്റ് ഇൻ സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ബാലൻസ് 1 ഇവിടെ കൊടുത്തു. 4 + 1 5, 5 + 5 10 0, ബാലൻസ് 2, 2 + 1 3. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ? 30 ലിറ്റർ ഓഫ് മിൽക്ക് ആണ് കിട്ടിയത്. ഓക്കെ, 30 ലിറ്റർ ഓഫ് മിൽക്ക്. അപ്പോൾ 1 ലിറ്ററിന് നമുക്ക് ഇവിടെ എഴുതാം 30 ലിറ്റർ ആണ് മിൽക്ക് കിട്ടിയത് അല്ലേ? ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ പ്രൈസ് ഓഫ് ദ മിൽക്ക് ഈസ് rupees 36 a liter, അപ്പോൾ പ്രൈസ് ഫോർ 1 ലിറ്റർ, 1 ലിറ്ററിന് എത്രയാണ്? 36 rupees. 1 ലിറ്ററിന് 36 rupees ആണെങ്കിൽ സോ ദെർഫോർ പ്രൈസ് ഫോർ എത്ര ലിറ്റർ? 30 ലിറ്ററിന് എത്രയായിരിക്കും? 36
ഇൻറ്റു 3 ചെയ്യാം, എന്നിട്ട് 0 അതിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, 6 × 3 18, ബാലൻസ് 1, 3 × 3 9, 10, 1 0. ആ 0വും കൂടെ ഇതിൽ ചേർത്ത് എഴുതുക. അപ്പം എത്രയാണ് കിട്ടിയത്? 1 ലിറ്ററിന് 36 റുപ്പീസ് ആണെങ്കിൽ 36 ലിറ്ററിന് 1080 ഓക്കെ റുപ്പീസ്. ഓക്കെ, 1 ലിറ്ററിന് 36 രൂപ. സോ 30 ലിറ്റേഴ്സിന് 36 × 3 ഈസ് ഈക്വൽ ടു 1080 റുപ്പീസ്. ഓക്കെ, ഇതൊരു 2-3 വട്ടം നോക്കി ചെയ്യുക. അപ്പം അടുത്ത ക്വസ്റ്റ്യനാ 15th ക്വസ്റ്റ്യൻ. അറ്റ് അച്ചൂസ് ഹോം കൗസ് ആർ മിൽക്ക്ഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്. അച്ചൂടെ വീട്ടിൽ പശുവിനെ കറക്കാറുണ്ട് അല്ലേ, മോർണിംഗ് രാവിലെയും വൈകുന്നേരം. 8 liter of milk is got in the morning, of which 6 liter and 700 milliliter is sold. 8 ലിറ്റർ പാല് രാവിലെ കിട്ടാറുണ്ട്, അതിൽ 6 ലിറ്ററും 700 milliliterും വിറ്റഴിക്കാറുണ്ട്. 5 liter is got in the evening, of which 3 liter and 800 milliliter is sold. ഈവനിങ്ങിൽ 5 ലിറ്റർ കിട്ടുകയാണെങ്കിലും 3 ലിറ്റർ 800 milliliter വിറ്റഴിക്കാറുണ്ട്. ഹൗ മച്ച് മിൽക്ക് ഈസ് സോൾഡ് ഈച്ച് ഡേ. അപ്പോൾ ഓരോ ദിവസം എത്ര പാലാണ് മീൻസ് വിറ്റഴിച്ചു പോകുന്നത്. ദ വേജസ് ഫോർ മിൽക്കിംഗ് ഈസ് 6 liter എ ഡേ. അപ്പോൾ പാല് കറക്കാൻ 6 രൂപയാണ് ഒരു ദിവസം ചിലവാകുന്നത്. ഹൗ മച്ച് ഈസ് സ്പെൻഡ് ഇൻ ഈച്ച് ഡേ. കൂലി വ്യവസ്ഥയിൽ എത്ര രൂപയാണ് ചിലവാക്കുന്നതും, പിന്നെ ഹൗ മച്ച് മിൽക്ക് ഈസ് സോൾഡ് ഇൻ 1 day. പിന്നെന്താണ്, എത്ര പാലാണ് വിറ്റഴിച്ച് പോകുന്നത് എന്നുകൂടിയാണ് നമുക്കിത് ഇതിൽ നിന്ന് കണക്കാക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നന്നായി വായിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, രാവിലെ കിട്ടുന്ന മിൽക്കിൻ്റെ അളവാണ് അല്ലേ. രാവിലെ എത്ര മിൽക്കാണോ കിട്ടുന്നത് അതിൻ്റെ അളവാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, സോ മിൽക്ക് ഗോട്ട് ഇൻ ദ മോർണിംഗ്. ഈ ലിറ്ററൊക്കെ കറക്റ്റായിട്ട് എഴുതുക, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ എളുപ്പമാവും. ഇൻ ദ മോർണിംഗ് 8 ലിറ്റർ. ദെൻ മിൽക്ക് സോൾഡ് ഈക്വൽ ടു എത്ര ലിറ്ററാണ് പാല് രാവിലെ വിറ്റഴിക്കുന്നത്? 6 liter 700 milliliter. അപ്പോൾ മിൽക്ക് സോൾഡ് 6 liter 700 milliliter. സോ therefore the remaining quantity left, അപ്പോൾ ബാക്കിയുള്ളത് എത്രയാ, ക്വാണ്ടിറ്റി ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു, ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ 0 - 0 0 - 0, borrowing 1 from here it becomes 10. 10 - 7 300 milliliter. അപ്പോൾ ഇവിടെ എന്താണ് 7 ആണുള്ളത്. 7 6 പോയ 1 ലിറ്ററും 300 milliliter ആണ് രാവിലത്തെ ബാക്കിയുള്ള പാല്. ഇനി അടുത്തത് എന്താ എഴുതുക, മിൽക്ക് ഗോട്ട് ഇൻ ദ ഈവനിങ്. ഈവനിങ്ങിൽ എത്ര പാലാ കിട്ടിയിരുന്നത്? 5 liter. മിൽക്ക് സോൾഡ്, അപ്പോൾ ഈവനിങ്ങിൽ എത്രയാ സെല്ല് ചെയ്തിരിക്കണ? 3 liter 800 milliliter ഈസ് സോൾഡ്. അപ്പോൾ ക്വാണ്ടിറ്റി ലെഫ്റ്റ് അത്രയാണ് സോൾഡ് ചെയ്തിരിക്കണം അല്ലേ, ക്വാണ്ടിറ്റി ലെഫ്റ്റ്. ഇപ്പം എന്താ ചെയ്യുക, മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ ആദ്യം ഈ 0 എന്ന് എഴുതിയാൽ നമുക്ക് ബാലൻസ് കിട്ടും. ഓക്കെ, 0 - 0 0 0 - 0 0. അപ്പോൾ 0 - 8 നോട്ട് പോസിബിൾ. ബോറോയിങ് 1 ഫ്രം ഹിയർ ഇറ്റ് ബിക്കംസ് 10. 10 നിന്ന് 8 പോയാൽ 2. ഇവിടെ എത്രയുള്ളത്? 1 പോയാൽ 4. 4ൽ നിന്ന് 3 പോയാൽ 1 ലിറ്റർ 200 milliliter. അപ്പോൾ ബാലൻസ് ഉള്ളത് 1 ലിറ്റർ. മോർണിംഗിലുള്ള മിൽക്ക് എന്ന് പറയുന്നത് 1 ലിറ്റർ 300 milliliter. ഈവനിങ്ങിലാണെങ്കിലോ 1 ലിറ്റർ 200
milliliter. Okay. അപ്പോൾ നമുക്ക് അത് തന്നിരിക്കുന്ന questions answer ചെയ്യാം. Okay. So what is the question given here? How much milk is sold each day? So total okay. Total milk sold in morning. മോർണിംഗിൽ എത്ര മിൽക്കാണ് സോൾഡ് ചെയ്തിരിക്കുന്നത്? 6 ലിറ്റർ 700 milliliter. Then total milk sold in the evening. ഈവനിങ്ങിൽ എത്ര മിൽക്കാണ് സോൾഡ് ചെയ്തിരിക്കുന്നത്, സെല് ചെയ്തിരിക്കുന്നത്? 3 ലിറ്റർ 800 milliliter. അപ്പോൾ ടോട്ടൽ സോൾഡ് പറയുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യാം. 0 + 0 0 0 + 0 0 7 + 8 7 + 7 14 7 + 8 15 balance 1 6 + 1 7 + 3 10 liter 500 milliliter of milk it is sold each day. അല്ലേ? ഓരോ ദിവസവും വിൽക്കുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 10 liter 500 milliliter. The wages for milking is 6 rupees a liter. അപ്പോൾ wages for milking പാല് കറക്കാൻ ചെലവ് എത്രയാ? 1 ലിറ്ററിന് 6 rupees ഫോർ എത്ര? 1 ലിറ്റർ. 1 ലിറ്ററിനാണ് 6 അല്ലേ? മോർണിംഗിൽ എത്ര ലിറ്റർ ആണ് കറക്കുന്നത്? മോർണിംഗിൽ 8 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ 8ന് 6 rupees 1 ലിറ്ററിന് 6 rupees പറയുമ്പോൾ 8 ലിറ്ററിന് എത്രയാണ്? 8 × 6 8 × 6 = 48 rupees. 8 × 6 48 rupees. ഈവനിങ്ങിൽ എത്ര പാലാണ് കിട്ടുന്നത്? 5 liter is got in the evening. So 5 liter that is equal to 5 × 6 is equal to 30 rupees. Okay. How much milk അത് എഴുതി. പിന്നെ wages for milking 6 rupees. How much is spent each day on wages? അപ്പോൾ ടോട്ടൽ വേജസ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ കൂട്ടുക. 8 + 0 8 4 + 3 7 78 rupees ആണ് ഒരു ദിവസം കൂലിക്കായിട്ട് ചെലവാകുന്നത്. How much milk is sold one day? How much milk is sold one day? എത്ര മിൽക്കാണ് നമ്മൾ സെല് ചെയ്യുന്നത്? 10 ലിറ്ററും 500 milliliter. ഓക്കെ, 10 ലിറ്ററും 500 milliliter ആണ് നമ്മൾ ഒരു ദിവസം വിൽക്കുന്നത്. അതിൻ്റെ പ്രൈസസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3rd സെഷനും കഴിഞ്ഞു. ഇനി 4th സെഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ. So if you are interested, please do like, share and subscribe my channel. Okay, thank you.